അതൊന്നും അവിടെ ചെന്ന് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് സാർ. അവിടെ ഞാൻ പട്ടേലിൻ്റെ പ്രതിമ കാണാൻ പോയിട്ടുണ്ട്. ആ ഒരു ഗ്രാമം എന്നാണ് പറയുന്നത്. ഒരു വലിയ മനുഷ്യത്വത്തെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് BJP സർക്കാരുകളെ വികസനം നടപ്പാക്കിയത് ചെന്ന് കാണണം. ആ പട്ടേലിൻ്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലം സരോവർ നദിയുടെ നർമ്മദയുടെ തീരത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്രാമം, ആദിവാസി ഗ്രാമമാണ്. ആ ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് അവരെ എങ്ങും ആട്ടിയിറക്കി വിട്ടില്ല, അവരെ എങ്ങും വെടിവെച്ച് കൊന്നില്ല. അവരെ മാന്യമായി പുനരധിവസിപ്പിച്ചിട്ട് ആ പട്ടേലിൻ്റെ സ്ഥലത്ത് അവിടെ നിന്നും ഇന്ന് നിങ്ങൾക്ക് താഴെ ഒരു ബേസ് സ്റ്റേഷനിൽ വന്നാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പട്ടേൽ പ്രതിമയിലേക്ക് പോകാനുള്ള ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നത് ഈ ആദിവാസി സ്ത്രീകളാണ്. ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുത്ത ഇലക്ട്രിക് ഓട്ടോകൾ ഓടിച്ചാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് പട്ടേലിന്റെ പ്രതിമ വന്നതുകൊണ്ട് ഇവരെ ഇറക്കി വിട്ടു എന്നാണോ നമ്മൾ പറയേണ്ടത്? അവരുടെ ജീവിതം ഒരു പാതിയല്ല 10-20 മടങ്ങ് മെച്ചപ്പെട്ടു. അവരുടെ ജീവിതം മാറിപ്പോയില്ലേ? എല്ലാവർക്കും സ്വന്തമായി ഓട്ടോറിക്ഷ, എല്ലാവരും സ്വന്തമായി ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നു. അവരുടെ മക്കൾ, അവരുടെ ഭർത്താക്കന്മാർ അവിടെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ആണെങ്കിൽ ഇവരുടെ ലോജിക്ക് പ്രകാരം ഇതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയില്ല, ഇവരെ സംബന്ധിച്ച് ഇവരെയൊന്നും നമ്മൾ ഒരിക്കലും ഒരു നല്ല മികച്ച അഡ്മിനിസ്ട്രേറ്റർമാരായി, മികച്ച പൊളിറ്റീഷ്യൻസായി, മികച്ച രാഷ്ട്രതന്ത്രജ്ഞന്മാരെ ദൈവം ഒരിക്കലും കരുതരുത്. അന്നന്നത്തെ വയറ്റിപ്പിഴപ്പ് രാഷ്ട്രീയം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നു എന്നതിനാവും. അതിനവർക്ക് കുറേ ബുദ്ധിജീവി ജാടകൾ, ചില പരിവേഷങ്ങൾ ഒക്കെ അവർ സ്വയം എടുത്തണിയും. അല്ലെങ്കിൽ അണിയിപ്പിക്കാൻ വേണ്ടി അവർ കുറേ അടിമകളെ സൃഷ്ടിച്ചിട്ടിട്ടുണ്ട്. എല്ലാവർക്കും മറ്റേ ഇറച്ചിക്കടയിലെ പട്ടിക്ക് കൊടുക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ എല്ല് കഷ്ണം എറിഞ്ഞു കൊടുക്കും. അത് കഴിച്ചുകൊണ്ട് ഇവരെ സ്തുതിക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വസ്തുനിഷ്ഠമായി സ്വതന്ത്ര ബുദ്ധിയോടുകൂടി വിലയിരുത്തി നോക്കും. എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ? കഴിഞ്ഞ ദിവസം AK ബാലൻ പറയുന്നത് കേട്ട് എനിക്ക് ചിരിയാണ് വന്നത്. ചെങ്കൊടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, നീ രാജ്യം എന്നേ രക്ഷപ്പെട്ടേ. എന്താണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ? എന്താ? നമ്മൾ കുറേ സമരങ്ങൾ നടത്തി, ആർക്കൊക്കെയോ അവകാശങ്ങൾ മേടിച്ചു കൊടുത്തു. ശരിയാണ്, നിങ്ങൾ അവകാശങ്ങളെപ്പറ്റി മാത്രമേ സംസാരിച്ചു. കടമകളെപ്പറ്റി, ഉത്തരവാദിത്വത്തെപ്പറ്റി ആരും ഇവരോടും പറഞ്ഞു കൊടുത്തില്ല. ഈ നാടിന് പറ്റിയ കുഴപ്പമോടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മോഡലുകളൊന്നും വിജയിക്കാതെ? ഒരു മോഡൽ കാണിച്ചു തരാമോ? ഒരു കമ്മ്യൂണിസ്റ്റ് മോഡൽ ഇന്ത്യയിൽ വേണ്ട, ലോകത്തിൽ. പിന്നെ നിങ്ങൾ BJPയോട് ചോദിക്കുക, BJPയുടെ വിജയിച്ച ഒരു 25 മോഡൽ ഞാൻ കാണിച്ചത് ഇന്ത്യയിൽ തന്നെ. ഞങ്ങൾ വെളിയിലെങ്ങും ഇല്ല, ഞങ്ങൾ അന്താരാഷ്ട്രമൊന്നുമില്ല, ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയാണ്. 36 വർഷം ഭരിച്ചു പശ്ചിമ ബംഗാൾ. എന്താ സംഭവിച്ചു? കേരളത്തിലെ പൊറോട്ട അടിക്കാൻ നിൽക്കുക തട്ടുകടകളിൽ. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും വന്ന് പൊറോട്ട അടിക്കുക. നമ്മുടെ വീട്ടിൽ തെങ്ങ് കയറാൻ വരിക, വാഴയ്ക്ക് വളവിടാൻ വരിക. എൻ്റെ 36 വർഷത്തെ ഭരണത്തിൻ്റെ ഗുണോ? മലയാളി എന്താ പറയുന്നതെന്ന്. അവന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജ്യോതി ബസുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ അധികാരത്തിൽ വരുമ്പോൾ ബംഗാളിന് സ്വന്തമായി ഭക്ഷണം കഴിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജനം എങ്ങും വിട്ടുപോയില്ല, ജനം അവിടെ തന്നെ ഉണ്ടായിരുന്നു. 36 വർഷം കഴിഞ്ഞപ്പോൾ ജനം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ ഗതികേട് കൊണ്ട് ആദ്യം മുതൽ, അല്ലെങ്കിൽ മലയാളിയുടെ ഭാഗ്യം കൊണ്ട് ആദ്യമേ ഭരണത്തിൽ വന്നു. അന്ന് മുതൽ മലയാളി നാട് വിടാൻ തുടങ്ങിയ. ആ മലയാളി നാട് വിട്ടതുകൊണ്ട് ഇവിടെ ചില വീടുകളുണ്ടായി, കാറുകളുണ്ടായി, അത്യാവശ്യം മനുഷ്യൻ ജീവിക്കുന്നു. അത് ഇവരുടെ ഗുണം. ഭരിച്ചു കാണിക്കണ്ടേ? അതൊന്നും ഞാൻ പറയില്ല, നമ്മളതിനെയൊന്നും അംഗീകരിക്കുന്നതേ ഇല്ല. അത് നമ്മളുടെ ഫാസിസം കൊണ്ടോ ധാർഷ്ട്യം കൊണ്ടോ അല്ല, പുച്ഛമാണ് ഇവരോട്. ഒരു രീതിയിലും മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ, മനുഷ്യൻ്റെ വികാസത്തെ, ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ഒരു രീതിയിലും സഹായം ചെയ്യാത്തൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. തികച്ചും പിന്തിരിപ്പൻ. അവരുടെ തന്നെ ഭാഷ ഉപയോഗിച്ചാൽ മൂരാച്ചികളാണ്. ഇവർക്ക് മൂരാച്ചി രാഷ്ട്രീയമല്ലാതെ എന്ത് രാഷ്ട്രീയം അവർ പറയുന്നത്? നമ്മൾ നാട്ടുമലയാളത്തിൽ ഛർദ്ദിച്ചത് ഭക്ഷിക്കുക എന്ന് പറയും. ME ഗോവിന്ദൻ ഇന്നലെ വാരി ഭക്ഷിക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ സെസ് ഏർപ്പെടുത്താൻ പോവാം. അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ സെസ്സിന് സമരം ചെയ്തില്ലേ? ചെയ്തു, നാളെ ചെയ്തൂടെ? നിങ്ങൾ ചെയ്തു എന്താ പറയുക? സ്വകാര്യ മൂലധനം കൊണ്ടുവരിക. എന്താ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? BJP വന്നപ്പോൾ സ്വകാര്യ മൂലധനം കൊണ്ടിരുന്നതോ LICയെ വിറ്റ് തുലയ്ക്കുന്നു. ഇവരും എന്തിനു പോവാം? ഇത് ഞാൻ പറയുന്നില്ല, ഇവന്മാർക്കൊന്നും ഈ വല്ലവനും ചെയ്യുന്നത് കണ്ട് അതിൻ്റെ പിറകെ പോകുകയല്ലത്. ഇവരുടേതായ ഒരു മോഡൽ ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ട് അത്തരം കമ്മ്യൂണിസ്റ്റ് ജാടകൾക്കൊന്നും വഴങ്ങി കൊടുക്കാൻ നമ്മളാരും തയ്യാറില്ല. അതൊക്കെ അവരുടെ കയ്യിൽ വെച്ചാൽ മതി. കമ്മ്യൂണിസ്റ്റ് ജാടകൾ വെറും ജാടകൾ മാത്രം. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ BJPയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ? എങ്ങനെയാണ് പഞ്ചായത്തിനെ നേരിടുന്നത്? ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചാണല്ലോ കൂടുതൽ അറിയാവുന്ന. ഇപ്പോൾ അതുകൊണ്ട് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ആലപ്പുഴ ജില്ലയുടെ പ്രവർത്തനങ്ങൾ നീക്കി തുടങ്ങിയോ? സ്ഥാനാർത്ഥികളെയൊക്കെ ഇപ്പം തന്നെ കണ്ടുവച്ച് കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം ഒന്നും ആയിട്ടില്ല, പക്ഷെ അടിസ്ഥാനപരമായ വർക്ക് ചെയ്തു വരുന്നു. കുറച്ച് പേരെങ്കിലും നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ, അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ. അതായത് ഇനിയും നമുക്ക് വാർഡുകളുടെ ആരാണ് ഏതാണ് സംവരണത്തിൻ്റെ സംവിധാനങ്ങൾ അറിയണം. എന്നിട്ടൊക്കെ അല്ലേ സ്ഥാനാർത്ഥികളെ പറ്റി ചിന്തിക്കാൻ പറ്റും. ഏത് വാർഡ്
എവിടെയൊക്കെ പട്ടികജാതി സംവരണം, എവിടെ സ്ത്രീ സംവരണം, എവിടെ പട്ടികജാതി വനിത, എവിടെ പട്ടികജാതി പുരുഷൻ, എവിടെ ഇതൊക്കെ അറിയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്ന പല പദ്ധതികളും അത് സംസ്ഥാനത്തിൻ്റെ ആണെന്ന് സംസ്ഥാനം അവകാശപ്പെടുമ്പോൾ അല്ല എന്ന് പറയാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് എത്രമാത്രം വിജയമായിട്ടുണ്ട്? അതാ ഞാൻ മുമ്പേ പറഞ്ഞതിനകത്തുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങളിലേക്കല്ലേ എത്തേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്. ഈ ഇത് അതാ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് അതാ ഞാൻ ചോദിച്ചത്. അതല്ല എന്ന് നമ്മൾ എങ്ങനെ വിലയിരുത്തി? BJPയുടെ പ്രചരണം മോശമാണെന്ന് എങ്ങനെ പറയാം? നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റുള്ളൂ, ഉറക്കം നടിക്കുന്നതിനെ പറ്റില്ല. ഇത് ജനങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ആര് പറഞ്ഞു? ദേശീയപാതയുടെ വികസനം അറിയില്ലേ? കേരളത്തിൽ അവരേറ്റെടുക്കുന്നു. ഇതല്ല എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് അറിയില്ല. 3.5 കോടി ജനങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് കേരളത്തിൽ അതാ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ സാർ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ ആ മറുപടി അതിലുണ്ട്. ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റുള്ളൂ. ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. എന്ത് ചെയ്യും? എന്നാൽ അറിയാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഈ അറിഞ്ഞത് എങ്ങനെയാണ്? BJPയുടെ പ്രസംഗം കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അംഗീകരിക്കില്ല. എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതവിടെ സംഭവിച്ചിട്ട്. അല്ലാതെ BJPയുടെ പ്രചരണത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല. അല്ല, അത് സ്വാഭാവികമല്ലെന്നേ. അടുത്തിട്ടിൽ അത്ര നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഭരണത്തിൽ വരില്ലേ? സ്വാഭാവികം. അത് നമ്മുടെയൊക്കെ ദൗത്യം. അങ്ങനെ അത് നമ്മൾ ക്രമാനുഗതമായി ശക്തിപ്പെട്ട് വരികയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 20 വർഷത്തെ BJPയുടെ ഇലക്ട്രൽ പെർഫോമൻസ് നിങ്ങൾ നോക്കിക്കോ. BJPക്ക് വോട്ട് കുറഞ്ഞ ഒരു മണ്ഡലം കാണിക്കാൻ പറ്റും. ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് സ്വാഭാവികമാണ്. ഉപതെരഞ്ഞെടുപ്പ് അല്ല, അത് മാത്രമല്ല. ഒരു BJP ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഒരു മാറ്റവും വരാൻ പോകാത്തൊരു തെരഞ്ഞെടുപ്പാണത്. ഒരു പാർട്ടി ഭരിക്കുന്നു, അബ്സല്യൂട്ട് മെജോറിറ്റി ഒരു പാർട്ടി ഭരിക്കുന്നു, മറ്റൊരു പ്രതിപക്ഷം. അവർ തമ്മിലുള്ള ഫൈറ്റാണ്. അതിനകത്തൊരു മൂന്നാമതൊരു പാർട്ടിക്ക് റോളേ ഇല്ല. അവിടെ BJPക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് നോക്കിയാൽ ഏത് തെരഞ്ഞെടുപ്പിലെ BJPക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്? BJPയുടെ പ്രചരണവും BJP പ്രവർത്തന കഠിനാധ്വാനവും കൊണ്ട് അതിഭീകരമായി BJPയുടെ ഗ്രാഫ് വളരുന്നുണ്ട്. പക്ഷേ അതിനെ ഞങ്ങൾ അട്ടിമറിക്കും. അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. ജനവിധിയെ അംഗീകരിക്കില്ല. ജനം വോട്ട് ചെയ്താലും നിങ്ങൾ ആലപ്പുഴയിലെടുത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന ചെങ്ങന്നൂരിൽ നോക്കൂ. തിരുവൻമണ്ടൂർ പഞ്ചായത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാരാ? BJP ഭരണത്തിൽ കൊണ്ടുവരില്ല എന്ന് തീരുമാനിച്ച് കോൺഗ്രസും CPM-ഉം കേരള കോൺഗ്രസും ഒത്തു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെന്നിത്തല പഞ്ചായത്ത് BJP-യാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അട്ടിമറിച്ചു കോൺഗ്രസും CPM-ഉം ചേർന്ന്. പാണ്ടനാട് പഞ്ചായത്ത് BJP-യാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അട്ടിമറിച്ചു. ഇത് നിങ്ങൾ ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുകയും നാളെ BJP-യുടെ വരവിന് കുറച്ച് എളുപ്പമാവുകയും ചെയ്യും. അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്. ജനങ്ങളിലേക്ക് കിട്ടുന്നത് നിങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അല്ല, തോന്നലല്ലോ സാർ. അത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാതെ ജനങ്ങളുടെ സ്വയം അവർക്ക് കണ്ണിൽ കൂടെ കാണാൻ കഴിയുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇത് തോന്നലല്ല, ഇതിലെ യാഥാർത്ഥ്യം. രണ്ടും ഒന്നാണ് എന്ന തോന്നലല്ലല്ലോ. രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെയല്ലേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ട് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ ചോദിക്കണത്? കേരളത്തിലെ പിണറായി വിജയന് കേരളം വിട്ട നേതാവാരാ? പിണറായിയുടെ നേതാവ് പിണറായി വിജയൻ്റെ നേതാവാരാ? രാഹുൽ ഗാന്ധിയോ? അല്ലേ? അല്ലെന്ന് സംശയമുണ്ട്. ആരാണ് കേരളം വിട്ട പിണറായി വിജയൻ്റെ നേതാവ്? രാഹുലാണ് നേതാവ്, അല്ലേ? എന്നിട്ട് നിങ്ങളാണ് BJP-യും കോൺഗ്രസും ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ പറയാണ് UDF-ഉം BJP-യും തമ്മിലാണ് ധാരണ. നമുക്ക് ഇതിനെയൊക്കെ എന്താ പറയുക, തലതല്ലിച്ചിരിക്കുക അല്ലാതെ എന്താ പറയുക? MV ഗോവിന്ദൻ്റെ നേതാവ് ആരാ കേരളം വിട്ടാൽ? പ്രകാശ് കാരാട്ടിനെ എത്ര പേർക്കറിയാം? രാഹുലാണ് നിങ്ങളുടെ നേതാവ്. രാഹുലിന് വേണ്ടിയിട്ടല്ലേ ജയ് വിളിക്കാൻ പോണത്? ഇവിടുന്ന് പോയിരിക്കുന്ന കേരളത്തിൽ നിന്ന് പോയ 2 പേരുണ്ടല്ലോ. K രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ഇപ്പം. അല്ല, ഒരാൾ 2 MP പേരുണ്ടോ? ഒരു MP ഉള്ളൂ, K രാധാകൃഷ്ണൻ. കുറേ രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ടല്ലോ 3-4 പേര്. എന്താ അവരുടെ നേതാവരെ പറയട്ടെ? പിന്നെ അവരാണ് നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ സാർ മുമ്പേ പറഞ്ഞത് നല്ല അവസരങ്ങളാണ്. വരട്ടെ, ജനം ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ കുറേ കാലത്തേക്ക് കൂടി CPM-ൻ്റെ കുറേ ആനുകൂല്യങ്ങളുള്ളവർ, ചില ഭീഷണികളിൽ വഴങ്ങുന്നവർ, ഭാര്യയുടെ ജോലി പോകുന്നു പേടിക്കുന്നവർ, മകളുടെ കല്യാണം നടക്കാൻ ലോൺ കൊടുക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധാരണ മനുഷ്യരുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തിയും അവരെ പ്രലോഭിപ്പിച്ചുമൊക്കെ കുറേ കാലം കൂടെയൊക്കെ കൂടെ നിർത്താം. സംഭവിക്കും. BJP ജയിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇലക്ട്രൽ വോട്ട് മിഷന്റെ
അട്ടിമറിയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് തൃശ്ശൂരും ഇലക്ട്രൽ വോട്ട് വന്നു, തൃശ്ശൂർ വന്നു, ഇനി അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇനി ഇലക്ട്രൽ വോട്ട് വരുമെന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് ഈ BJP നേതൃത്വത്തോടുള്ള ഞങ്ങളുടെയൊക്കെ ഒരു വിരോധം. അതെന്തുകൊണ്ടാണ് മാവേലിക്കരയിലും തിരുവനന്തപുരത്തും തരാത്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അല്ല, അത് തൃശ്ശൂരിനോടും UP-യോടും മാത്രം കാണിക്കുന്നതിന് എന്താ തിരുവനന്തപുരത്തോട് കാണിക്കാൻ? വളരെ ആണ്. ആ മിഷൻ നമുക്കൂടെ തിരുവനന്തപുരത്തോട് വെക്കട്ടെ, മാവേലിക്കരയിൽ നമ്മൾ കുത്തിയിടത്തില്ലായിരുന്നു ഇവിടെയും. അതൊക്കെ സത്യത്തിൽ നരേന്ദ്രമോദി അമിത്ഷായും കേരള BJP-യോട് ചെയ്യുന്ന ഒരു എന്താ പറയുക ക്രൂരതയാണെന്നേ പറയാനുള്ളൂ. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു വനിത വരാനുള്ള സാധ്യത അവരല്ലേ അത് സംബന്ധിച്ച് നമുക്കറിയില്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ മാത്രം തീരുമാനം. കോൺഗ്രസിന്റെ നിലപാടോ അല്ലെങ്കിൽ CPM-ന്റെ ഒക്കെ കാര്യങ്ങൾക്കും വിഭിന്നമായ ചിന്താഗതികൾ കൊണ്ടു നടക്കും. അപ്പോൾ അവരിൽ നിന്ന് ഒരു വനിതയ്ക്കൊരു പ്രാമുഖ്യം കൊടുക്കാൻ ഉള്ള സാധ്യത പ്രതീക്ഷിക്കാമോ? അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ആ സാധ്യതകൾ ഒക്കെ ഈ രാജ്യത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളെ പ്രയോഗിക്കണമെന്നൊക്കെ ഉള്ളത് അവരുടെ മാത്രം തീരുമാനം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ വലിയ മുന്നേറ്റം ഈ അടുത്ത തവണയും ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും ആലപ്പുഴയിൽ സാധ്യതയുണ്ടോ? എന്തോ സാധ്യതയില്ല, അതിലെന്തോ സാധ്യത അവർക്ക് തന്നെയാണ്. അങ്ങനൊന്നുമില്ലല്ലോ. അങ്ങനെ ഈ പാർട്ടിയിൽ അങ്ങനെയൊന്നുള്ള ഒരു ഞാൻ പറഞ്ഞത് ഇതൊക്കെ പലപ്പോഴും ഈ യാഥാർത്ഥ്യം അറിയാതെ പലരും പറയുന്നുണ്ട്. അവർക്ക് സാധ്യത ഇല്ലെന്നാരും പറഞ്ഞു. അവർക്ക് തന്നെയാണ് സാധ്യത. പാലക്കാട് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാതിരുന്നിരുന്നെങ്കിൽ പാലക്കാടിന് തീർച്ചയായിട്ടും BJP-ക്ക് പ്രതീക്ഷിക്കാവുന്ന മണ്ഡലം തന്നെ അതായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അത് ഉപതെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം കൊണ്ടാണെന്നേ. അത് നമ്മൾ വല്ലാത്തൊരു സംഘർഷം അവിടെ ഉണ്ടാക്കുകയും ജനങ്ങളിലൊരു എന്ത് സംഘർഷം ഉണ്ടായി അവിടെ? സന്ദീപ് പുറത്തേക്ക് പോകുക, അങ്ങനെ സന്ദീപ് ആരായിരുന്നു ഈ പാർട്ടിയിൽ? BJP-യുടെ മൈക്കായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളല്ലേ? അതല്ലേ BJP-യുടെ സ്ഥാപക നേതാക്കന്മാർ, ജനസംഘകാലത്തെ സ്ഥാപക നേതാക്കന്മാരിലുള്ളായിരുന്നു ബൽറാജ് മധോക്. അറിയോ? അടൽ ബിഹാരി വാജ്പേയി കാട്ടി വലിയ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് തന്നെ പാർട്ടി വിട്ടു. എന്ന് സംഭവിച്ചു? നിങ്ങൾ ഈ പാർട്ടിയെ പറ്റി പിണറായി വിജയൻ കൊണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾക്കാർക്ക് ഈ പാർട്ടിയെ പറ്റി ഒന്നും അറിയാത്തതിൻ്റെ പക്ഷേ സീരിയസ്ലി ഞാൻ പറഞ്ഞു. അങ്ങനെ ഇക്കാര്യത്തിൽ അറിയാത്തതെന്നല്ല, സംഘടനാ സംവിധാനം പഠിക്കുമ്പോൾ മനസ്സിലാവും. ആര് പോലും ഇവിടെ ചുക്ക് സംഭവിക്കാൻ. അങ്ങനെ ഇവിടെ യാതൊരു വ്യക്തികൾക്ക് ഒരു പ്രാധാന്യം പാർട്ടിയിൽ. ഇനി ആരായാലും നാളെ കെ സുരേന്ദ്രൻ പോയാലും, സന്ദീപ് വാചസ്പതി പോയാലും, സന്ദീപ് വാര്യർ പോയാലും ആരും ഒന്നും സംഭവിക്കുമോ? BJP-ക്ക് ധാരാളം നേതാക്കള് രാമപിള്ള സാറിനെ പോലുള്ള ആൾക്കാർ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ ഒരു പ്രസിഡന്റ് വരുമ്പോൾ അവർ അദ്ദേഹത്തോട് പോയി സംസാരിക്കാനോ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനോ ഒരു ശ്രമവും നടത്താതിരുന്നത് തെറ്റായി പോയില്ലേ? രാമപിള്ള സാർക്ക് തിരികെ വന്നല്ലോ പാർട്ടിയിൽ. വളരെ കാലമെടുത്തു. അത് പോകുന്നവരും കൂടെ അല്ലേ തീരുമാനം. എന്തുകൊണ്ടാണ് പോകുന്നത്? ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും അങ്ങനെ വ്യക്തികളെ കണ്ടിട്ടല്ലെന്നേ. ഇവിടെ ഒരാൾ വ്യക്തി പാർട്ടിയിൽ നിന്ന് പോയി, സ്വാഭാവികമാണ് വ്യക്തികൾ പോയാൽ നമുക്ക് നഷ്ടമുണ്ട്. അതേതൊരു വ്യക്തി പോലും നഷ്ടമുണ്ടാവും. കാര്യം നമ്മൾ ഈ രാജ്യത്തെ മുഴുവൻ പേരും നമ്മുടെ കൊടിക്കീഴ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഏതൊരു വ്യക്തി പോയാലും നമുക്ക് അതിൻ്റെ നഷ്ടം ഭയങ്കര വിഷമമാണ്. അത് അല്ലാതെ ഒരാൾ പോയതിൻ്റെ പുറകിനൊരു സംഘടന മുഴുവൻ പോയി കാത്തു കെട്ടിക്കിടന്ന് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഈ സംഘടനയ്ക്ക് അങ്ങനെ കൊടുക്കാനൊന്നുമില്ല. ഈ സംഘടന ആവശ്യമാണ് എന്ന് കണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളാരും. ഈ സംഘടനയ്ക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല. ഞങ്ങളാരും ഈ സംഘടന വന്നതും അങ്ങനെയല്ല. ഞങ്ങൾക്കൊന്നും ഇപ്പോൾ ഒന്നും കിട്ടുന്നുമില്ല. നിങ്ങളുടെയൊക്കെ ഒരു ധാരണയാണ് BJP രാജ്യം ഭരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ അസംതൃപ്തരായിട്ടുള്ളത് BJP-യുടെ അണികൾ തന്നെയാണ്. ചോദിച്ചു നോക്കും നിങ്ങൾ. അവരുടെ എല്ലാം പല്ലവിയാണ് ഭരണത്തിലെത്തിയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല സാർ. ഞങ്ങളുടെ ആവശ്യമാണ് ഇവിടെ, മീൻസ് ജനങ്ങളുടെ ആവശ്യമാണ് ഈ BJP-യുടെ ഉണ്ടാകുക എന്നുള്ളത്. എന്നാലേ ഈ നാട് നിലനിൽക്കുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം എത്രയോ വർഷം, 50 വർഷത്തിന് മുകളിലായി BJP ഇവിടെ ഒരു ആദ്യം ഒരു പ്രാവശ്യം മാത്രം ഒരു MLA മാത്രം കൊടുക്കാൻ കഴിഞ്ഞ ഒഴിച്ച് ഭരണത്തിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും പറ്റിയിട്ടില്ല. അത് കുറേ പോരായ്മകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ബോധവാന്മാരാണെന്നേ. അതൊന്നും ഒരു സുപ്രഭാതം കൊണ്ട് വളരെ പെട്ടെന്നങ്ങ് ഇതില്ല, ക്രമാനുഗതമായി മാറ്റിക്കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ചേർന്ന് നിന്നിട്ട് ഞങ്ങളെ എതിർത്തിട്ട് ഞങ്ങൾ മഹാന്മാരാണെന്ന് പറഞ്ഞാൽ അത് എന്താ അടിസ്ഥാനമുള്ളത്? തൻ്റെ ഇടം ഉണ്ടോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാൻ? അത് കാണിച്ചു തരാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഈ കൂട്ടിക്കെട്ടി ഈർക്കലി മുന്നണികൾ ഒരുമിച്ചല്ലേ? CPM ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ BJP-യുടെ. സത്യമാണ്. അണികളുടെ അതെ തീർച്ചയായിട്ടും അങ്ങനെ മത്സരിക്കാൻ. അതുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ അധികാരത്തിന് വേണ്ടി രാജ്യത്തുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് BJP ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾ തോപ്പിച്ചെന്ന് പറയുന്നത് എന്താ അടിസ്ഥാനം? അത് BJP-യുടെ കഴിവുകേടല്ല, നിങ്ങളുടെ കഴിവുകേടാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ടിട്ട് വാ, ഒരു മണ്ഡലത്തിൽ മത്സരിക്കട്ടെ. മുന്നണിയില്ലാതെ മത്സരിക്കാൻ തൻ്റെ ഇടമുണ്ട്.
ഞങ്ങളുടെ കൂടെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് മുന്നണി ഉണ്ടാക്കിക്കൂടാ എന്നടുത്ത ചോദ്യം. ശരിയാണ്, ഞങ്ങൾക്ക് ഇന്നിവിടെ ഒരു അധികാരമില്ല, അതുകൊണ്ട് മുന്നണികൾ ഞങ്ങളോട് വരുന്നില്ല. BJP കേരളത്തിൽ അധികാരത്തിൽ വരട്ടെ, ഇതിൽ എത്ര പേര് LDFിലുണ്ടാവും, എത്ര പേര് UDFിലുണ്ടാവും? ഇവരൊക്കെ അവർക്ക് അധികാരമാണ് വലുത്. അടുത്തൊരു 10 വർഷത്തിനകത്ത് BJP ഉറപ്പായിട്ടും സംസ്ഥാന ഭരണം പിടിക്കും എന്ന് ഉറപ്പായിട്ടും. പിടിച്ചില്ല എങ്കിൽ കേരളത്തിൻ്റെ കാര്യം പോക്കാം. അത് ഞാൻ പറഞ്ഞത് ഞാൻ BJPക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നില്ല, കേരളത്തിൻ്റെ കാര്യം പോക്കാം. കേരളം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഈ രണ്ട് മുന്നണികളും തകർത്തേ മതിയോ. നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക? ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയില്ലേ? നമ്മളെല്ലാവരും വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ല. ഈ നാടെ എന്താ അല്ല, ഈ തിരുവനന്തപുരത്തെ പൊളിറ്റിക്സിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു വികസനം കൊണ്ടുവരുന്ന ഒരാളിനെ അല്ല, അവർ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ മറ്റു ചിന്താഗതികൾ വെച്ചിട്ട് ഒരാളിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ജനതയോട് എന്ത് പറഞ്ഞിട്ടാണ് നാളെ നിങ്ങൾ BJPക്ക് ഞങ്ങൾ ഈ തിരിച്ചറിയുമെന്നേ? വികസനം മാത്രമൊന്നും അല്ല സർ. വികസനമൊക്കെ എന്താണ്? വികസനമല്ലല്ലോ, നാടിൻ്റെ മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് ഈ നാട്ടിൽ. ഇതൊക്കെ തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ. നിങ്ങളുടെ നിലനിൽപ്പാണ് ഭീഷണിയിലേക്ക് പോകുന്നത്. നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളവും കാശ്മീരാകുന്ന കാലം വിദൂരമൊന്നുമില്ല. അന്ന് ആരും ഉണ്ടാവില്ല രക്ഷിക്കാൻ. ഒരു BJPക്കാരനും ഉണ്ടാവില്ല, RSSകാരനും ഉണ്ടാവില്ല, CPMകാരനും ഉണ്ടാവില്ല, കോൺഗ്രസ്സുകാരനും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അവനവൻ തന്നെ നേരിട്ടോണം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് നടപ്പാകും. BJP പറഞ്ഞ ഏതെങ്കിലും നടപ്പാകാതിരുന്നിട്ടുണ്ടോ? ഇന്ത്യ മഹാരാജ്യത്ത് പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാക്കിയ ഏക പാർട്ടി BJP അല്ലേ? ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ എല്ലാം പൂർത്തിയാക്കിച്ചില്ല. ഇനി എന്താ ഉള്ളത്? പുതിയ വാഗ്ദാനങ്ങളെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? അത് പൂർത്തിയാക്കും. നിങ്ങൾ നോക്കി, ഇതൊന്നും BJPക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണോ? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് BJPക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണോ? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഗുണമുണ്ടെങ്കിലും എല്ലാ പാർട്ടികളും, ദോഷമുണ്ടെങ്കിലും എല്ലാ പാർട്ടികളും. പിന്നെ BJPക്ക് മാത്രമായിട്ട് എന്താ? രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് BJP വെക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നും പാഴായി പോയിട്ടില്ല, ഇനിയും പാഴാകും. അത് നടപ്പാക്കാൻ ഈ രാഷ്ട്രത്തിന് എന്താണ് നന്മ, എന്തെന്ന് ചെയ്താൽ ഈ രാജ്യം നന്നാവും, അത് മുഴുവൻ നടപ്പാക്കും. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രത്യക്ഷമായി കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ദിവസവും തിരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ലോകത്തിലെ ഏതെങ്കിലും ഒരു പുരോഗമിത സമൂഹത്തിൽ അങ്ങനെയുണ്ടോ? നിങ്ങൾക്ക് എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടത്തിലാണ് ഏതെങ്കിലുമൊക്കെ സംസ്ഥാനം. അങ്ങനെ പോകാൻ പാടില്ല. നിങ്ങൾ മാൻഡേറ്റ് 5 വർഷത്തേക്ക്, ജനം വിധി എഴുതുന്ന 5 വർഷം. 5 വർഷമുള്ള ഒരു ഭരണകൂടം ഉണ്ടായേ മതിയാവുള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം? ഓരോ ദിവസവും തെരഞ്ഞെടുപ്പാണ്. ഓരോ 6 മാസം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പ് വരും. എത്ര രൂപയുടെ ചെലവ്, എത്രായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. നമ്മുടെ മാൻ പവർ എത്രമാത്രം ഉദ്യോഗസ്ഥന്മാർ, എത്രമാത്രം സംവിധാനങ്ങൾ, ഇതെല്ലാം വേണം. 1 നേഷൻ 1 തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ എല്ലാം വേണ്ടതാവും. രാജ്യം തെരഞ്ഞെടുപ്പിനൊരു സമയം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭരിക്കാനൊരു സമയം. ഇതാണ് BJPയുടെ നയം. എപ്പോഴും നമ്മുടെ വലിയ ലാഭം. സാമ്പത്തികം മാത്രമല്ല അതിനകത്തെ വിഷയം, സാമ്പത്തിക ലാഭം തന്നെയാണ്. പക്ഷേ നമ്മുടെ നയം, തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയം പറയുന്ന ഒരു സമയത്തെ ആകാം. നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നോക്കുക, അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്തല്ലാതെ രാഷ്ട്രീയം പറയില്ല. 5 വർഷവും രാഷ്ട്രീയം പറയേണ്ട അവസ്ഥ. ഒരു പ്രധാനമന്ത്രിക്ക് പോലും എല്ലായ്പ്പോഴും രാഷ്ട്രീയം പറയേണ്ടി. പ്രധാനമന്ത്രി ശരിക്കും രാഷ്ട്രീയം പറയരുതാത്ത ആൾ. നരേന്ദ്രമോദി അത് ഏറ്റവും കൂടുതൽ പാലിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിലല്ലാതെ ഒരിടത്തും അദ്ദേഹം രാഷ്ട്രീയം പറയും. അദ്ദേഹത്തിന് BJPയുടെ തീരുമാനമാണ്. BJPയുടെ ഒരു മന്ത്രിമാരും രാഷ്ട്രീയം പറയാറില്ല. BJPയുടെ ഇൻഹൗസ് മീറ്റിങ്ങുകളിൽ ഒന്ന് രാഷ്ട്രീയം പറയുമായി, പാർട്ടി പരിപാടികളിൽ ഒന്ന് രാഷ്ട്രീയം അല്ലാതെ അദ്ദേഹം പറയുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയം മാറ്റി വെച്ചു. നിങ്ങൾ പിന്നെ പെർഫോമൻസ് ആണ്, കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുക, ജനം തീരുമാനിക്കട്ടെ. അവിടെയല്ലേ ഒരു ഉന്നതമായ ജനാധിപത്യം അവിടെ. അതല്ലാതെ നിങ്ങൾ ഓരോ സമയത്ത് ജനങ്ങൾക്ക് ഓരോ വാഗ്ദാനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കർണാടകയിൽ കോൺഗ്രസ് ചെയ്യുന്നത് കേരളത്തിലും ബാധിക്കുമോ ഇല്ലയോ? ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നതും ഇടതുപക്ഷത്തിനും വലതുപക്ഷം കൂടി BJP തോൽപ്പിക്കുന്ന ഒരു പരിപാടിക്ക് അല്ല, അത് നമ്മൾ നേരിട തയ്യാറാണ്. പഞ്ചായത്തിലും നിയമസഭയിലും പാർലമെന്റിലും എല്ലാം ഒരേ സമയത്ത് ഇലക്ഷൻ നടക്കുക പറഞ്ഞാൽ പഞ്ചായത്ത് നടക്കില്ല, ലോകസഭയിലും നടക്കുമ്പോൾ അതായിരിക്കും അവരുടെ പേടി. ഞാൻ പറഞ്ഞാൽ ഇനി അതിനകത്തൊരു ക്യാഷ്വാലിറ്റി ഇത് BJPക്കും ബാധകമാണല്ലോ. എല്ലാ കാലവും BJP മാത്രമേ ഭരിക്കുള്ളൂ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അതല്ല, ഇനി BJPക്കും തിരിച്ചടി ഉണ്ടാവേണ്ടത് BJPക്കും കിട്ടിക്കോട്ടെ. അത് നമ്മൾ നേരിടാൻ തയ്യാറാണെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് എന്താണ് നല്ല, ഞങ്ങൾ നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയാണ് BJP. ഞങ്ങൾ രാഷ്ട്രവിരുദ്ധമായ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല പ്രതിപക്ഷത്തിൽ. ഞങ്ങൾക്ക് കിട്ടിയ ഓരോ തിരിച്ചടിയും എളിമയോടുകൂടിയാണ്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇറങ്ങി. ഞങ്ങൾക്ക് പറയാനുള്ള ജനങ്ങളോട് പറയും. അല്ലാതെ ഇന്ത്യയുടെ ഭരണകൂടങ്ങളെ ഞങ്ങൾ അപഹസിച്ചിട്ടില്ല. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ, സംവിധാനത്തെ ഞങ്ങൾ ഇകഴ്ത്തിയില്ല. വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞില്ല. സുപ്രീം കോടതിയെ പരിഹസിച്ചില്ല. ഇന്ത്യൻ രാഷ്ട്രപതി പദത്തെ അപമാനിച്ചില്ല. പ്രധാനമന്ത്രിയെ അവഹേളിച്ചില്ല. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയം പറയും, ഞങ്ങളുടെ ആദർശം ജനങ്ങളോട് പറയും. ജനം വേണമെങ്കിൽ വോട്ട് ചെയ്യട്ടെ. ജനം വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 5 വർഷത്തിനിടയിൽ പാലിച്ചിട്ടുണ്ട്. പുതിയ
ഞങ്ങൾ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കും, പുതിയ എന്താ പറയുക വാഗ്ദാനം മുന്നോട്ടേക്ക് പോകും, ആകർഷകരായ ജനം വോട്ട് ചെയ്യും. അതിനെന്താ പ്രശ്നം? ഇനിയും അത് തുടരും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കും ഇതേവരെ BJP-യുടെ രാഷ്ട്രീയം എന്താണ്, BJP പറയുന്നവർക്ക് ഇവർക്കൊക്കെ പറ്റി പൊളിറ്റിക്സ് അറിയും. അതല്ല BJP. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് രാഷ്ട്രമാണോ വലുത്, അധികാരമാണോ വലുത്? അധികാരമല്ല, രാഷ്ട്രമാണ്. നാളെ ഈ രാജ്യത്തിന് വേണ്ടി നരേന്ദ്രമോദിയോട് രാജിവെക്കാൻ പറഞ്ഞാൽ നിഷ്പ്രയാസം രാജ്യം, അത് പറയേണ്ടി വരില്ല. അതാണ് ഞങ്ങളുടെ ഏജ് ബാരിയർ ഉണ്ടോ ഇപ്പോഴും? അത് മോദിക്ക് അത് മാറ്റം വരുത്തുമോ? അതറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നരേന്ദ്രമോദിയെ പോലെ ഒരാള് എന്താ പറയുന്നത്, യുഗത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏക സൗജന്യം അതല്ല. അദ്ദേഹം 150 വർഷം വരെ ആയുസ് ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ആ 150 വർഷം അദ്ദേഹം ഭരിക്കട്ടെ. അദ്ദേഹത്തിന്റെ നിങ്ങൾ നടപടികളെ പറ്റി നോക്കൂ. നിങ്ങളുടെ ഭരണത്തിൽ നിങ്ങൾ അഭിമാനത്തോടെ പറയുന്ന ഒരു 5 കാര്യങ്ങൾ എന്തിനാണ് ഞാനായിട്ട് പറയുന്നത്? ഈ രാജ്യത്തെ ജനം എന്ന നിലയിൽ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ പ്ലേസ് എവിടെ? അത് 2014 മുമ്പ് എന്തായിരുന്നു, ഇപ്പൊ നോക്കിയോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊസിഷനിങ് എവിടെ? ഒരു മാറ്റമുണ്ട്. എന്തായിരുന്നു അഴിമതിയുടെ? ഇന്ത്യയിൽ അഴിമതി എന്ന വാക്ക് കേൾക്കാം. കരിഞ്ചന്തയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നീ വാക്ക് പ്രിന്റ് ചെയ്തിട്ട് എന്നെ കാണിച്ചു തരാം. എവിടെ പോയി? നിങ്ങളൊക്കെ മറന്നേ പോയി ആ വാക്കുകൾ അല്ലേ? എന്തായിരുന്നു? റേഷൻ പൂഴ്ത്തിവെച്ചു, അരി, കരിഞ്ചന്തയിൽ, പഞ്ചസാര, ബ്ലാക്ക് മാർക്കറ്റിൽ ഇന്ന് കേൾക്കാനുണ്ടോ? രാജ്യത്തിന്റെ സിസ്റ്റത്തെ നന്നാക്കി എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഗുണം. ബാക്കിയൊക്കെ അഴിമതിരഹിതം മാത്രമല്ല, സിസ്റ്റം ക്ലിയർ. നമ്മുടെ രാജ്യത്തിന്റെ സിസ്റ്റം കറക്റ്റഡ് ആയി, സിസ്റ്റത്തെ റെക്ടിഫൈ. അത് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്. നിങ്ങൾ ആരോട് ചോദിച്ചു മോദി നടപ്പാക്കിയ മാറ്റവരാണെങ്കിൽ നിങ്ങൾ റേഷൻ കടയിൽ പോയി നോക്കി. അടുത്തിടെ വല്ല റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരിക്കും. റേഷൻ കടയിൽ ചെന്ന് നോക്കണം എന്താണ് ഇന്ത്യയിൽ നടന്ന മാറ്റം എന്ന് അറിയണം. ഇന്ത്യയുടെ പൊതുരംഗം സംശുദ്ധമായി, ഇന്ത്യയുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്യുവറായി. ഇത് 60 വർഷത്തെ അടിഞ്ഞുകൂടിയ മാലിന്യം ഉണ്ട് സർ. ഞങ്ങൾക്ക് നീക്കം ചെയ്യാൻ കുറേ സമയം എടുക്കും. ആദ്യത്തെ 5 വർഷം അതായിരുന്നു. നിങ്ങൾ അതിനെ ഞാൻ പറയാം, ഇതിനെ നിങ്ങളൊരു അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ 5 വർഷം എന്തായിരുന്നു? കറക്ഷൻസ് ആയിരുന്നു. നോട്ട് നിരോധനം നടപ്പാക്കി, GST നടപ്പാക്കി, മറ്റേത് നടപ്പാക്കുന്നു, അത് എല്ലാം സിസ്റ്റത്തെ കറക്റ്റ് ചെയ്തു. അതിനുശേഷം 2ാം സ്റ്റേജിൽ അപ്പോഴത്തേക്ക് കോവിഡ് വന്നത് കൊണ്ടാണ് നമുക്കൊരല്പം പിന്നോട്ട് നിൽക്കേണ്ടി വന്നത്. അതായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല രാജ്യത്തിന്റെ അവസ്ഥ. നോട്ട് നിരോധനം അത് പോസിറ്റീവായ ഇമ്പാക്റ്റ് ആണോ ഉണ്ടാക്കി? സാധാരണക്കാരനെ താങ്കൾക്ക് എന്താ തോന്നുന്നു? പറയുകയാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല എന്ന് പറയുന്നവരോട് എന്ത് ഉത്തരം കൊടുക്കും? അല്ല, അത് കറക്റ്റാണ്. പ്രയോജനം ഇല്ലാത്തൊരു ധാരാളം ഉണ്ടാവില്ല. അത് എപ്പോഴും ഉണ്ടാവും. ഏതൊരു വിഷയത്തിനും കാഷ്വാലിറ്റി ഉണ്ടാകും. നിയമം നടപ്പാക്കാൻ ശ്രമിച്ചാൽ കാഷ്വാലിറ്റി ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും സത്യവും നീതിയും നടപ്പാവണം. എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒന്നും പാടില്ല. അയൽവക്കത്ത് നടപ്പാകുമ്പോൾ നല്ല രസമാണ്. അത് മലയാളികളുടെ ഒരു കുഴപ്പം. നമുക്ക് കൈക്കൂലി ഇല്ലാത്ത സിസ്റ്റത്തെ പറ്റിയാണ് എല്ലാവരും. കൈക്കൂലി അല്ലേ, നമ്മളെല്ലാവരും പറയില്ലേ, കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണ്, കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥനെ ചാട്ടയ്ക്ക് അടിക്കണം, തൂക്കിക്കൊല്ലണം, കുഴിച്ചിടണം, എന്തൊക്കെയാണ് ഡയലോഗ്. അവനവൻ്റെ കാര്യം നേടാനോ നൈസായി കൊണ്ട് കൈക്കൂലി കൊടുക്കുമില്ലേ? അവിടെയാണ് ഇഷ്യൂ. അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് വേണം. നമുക്കെല്ലാം അയൽവക്കത്ത് നടക്കുമ്പോൾ സന്തോഷം, ഒന്നും ഇവിടെ പാടില്ല. അപ്പോ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം എന്നുള്ളത് അതിഭീകരമായ കള്ളപ്പണക്കാരുടെ കയ്യിലായിരുന്നു. ഇന്ത്യൻ കറൻസികൾ പാകിസ്ഥാനിൽ പ്രിന്റ് ചെയ്യുകയായിരുന്നു. ഇതാർക്കറിയാത്തത്? കണ്ടെയ്നറിൽ ഇന്ത്യയിലേക്ക് നോട്ടുകൾ വന്നുകൊണ്ടിരുന്നു. അത് എത്തപ്പെട്ടത് ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ സംഘടനകളിലായിരുന്നു. 2 തരത്തിലുള്ള ദൂഷ്യമാണ് നമുക്കുണ്ടായത്. സാമ്പത്തികമായ അടിത്തറ തകർക്കുക. രാജ്യം കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആയിരുന്നില്ല. കംപ്ലീറ്റ് ഡിസാസ്റ്റർ. ഇന്ത്യൻ കറൻസി അടിക്കുന്ന അതേ പ്രസ്സിൽ നിന്ന് പാകിസ്ഥാനും പേപ്പർ മേടിച്ച് കറൻസി അടിക്കുന്നു എന്നുള്ള വാർത്ത ഞെട്ടലോടെ അല്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എങ്ങനെ സാധിച്ചത്? ഇന്ത്യൻ റിസർവ് ബാങ്ക് 1 ബില്യൺ നോട്ട് അടിക്കുമ്പോൾ പാകിസ്ഥാനോടെ 10 ബില്യൺ അടിക്കും. ഇന്ത്യൻ മണി, ഇന്ത്യൻ കറൻസി, അതേ പേപ്പർ, അതേ മെഷീൻ, അതേ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി കൗണ്ടർ ഫിറ്റ് കറൻസികൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. കള്ളനോട്ടായിരുന്നില്ല അത്. അതിനകത്ത് കള്ളനോട്ടൊന്നുമില്ല. പാകിസ്ഥാൻ കറൻസി കൗണ്ടർ ഫിറ്റ് കറൻസികളാണ്. ഇന്ത്യയെ പ്രിന്റ് ചെയ്യുന്നു, മറ്റൊന്ന് കറാച്ചി പ്രിന്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അത് കടൽ കടന്ന് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ എത്തുക. ഒരു സമാന്തരമായ ഇക്കോണമിയുടെ ഉണ്ട്. അതിന് മുഴുവൻ ത്രാഷ് ചെയ്തില്ല. നിങ്ങൾ മനസ്സിലാക്കണ, പാകിസ്ഥാന്റെ ഇക്കോണമി ഇപ്പൊ നോക്കിയാൽ നോട്ട് നിരോധിച്ചത് ഇന്ത്യയിലാണ്. തകർന്നു പോയത് ഏത് രാജ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് പാകിസ്ഥാൻ? ഇന്ത്യ തകർന്നു. ഇന്ത്യ തകർന്നോ? എന്റെ ചോദ്യം അതാണ്. ഈ സാമ്പത്തിക നിങ്ങളെല്ലാം പറയുന്ന വാദത്തെ ഞാൻ അംഗീകരിക്കാം. വാദത്തിൽ നോട്ട് നിരോധിച്ചാൽ തെറ്റായിപ്പോയി. ഇന്ത്യക്ക് എന്താ സംഭവിച്ചു? ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെയാണോ? BJP-കാരൻ പറയുന്നല്ലോ. ലോക ബാങ്ക് പറയുന്നു, IMF പറയുന്നു, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ 2 ഡിജിറ്റിലേക്ക് നമ്മുടെ ഗ്രോത്ത് എത്തേണ്ടതായിരുന്നു. കോവിഡ് മൂലം നമുക്ക് അത് ലോകത്തിൽ എല്ലായിടത്തും സംഭവിച്ചു, നമുക്ക് മാത്രമല്ല. ആഫ്റ്റർ കോവിഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി നമ്മുടേതാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഫ്രജൈൽ 10-ലായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി. ഇന്ന് സ്ട്രോങ്ങസ്റ്റ് 3rd-ൽ. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ഇന്ത്യ മാറി. നോട്ട് നിരോധനം കൊണ്ട് ഇന്ത്യക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമല്ലേ. 2018 ശേഷമുള്ള പാകിസ്ഥാന്റെ അവസ്ഥ ആരെങ്കിലും ശ്രദ്ധിച്ചോ? പാകിസ്ഥാനിൽ 1 കിലോ ഗോതമ്പിന്റെ വില ഒരു 1.5 വർഷം മുൻപ്, എനിക്ക് ഇപ്പോഴത്തെ വില അറിയില്ല, സബ്ജക്ട് കറക്ഷൻ, 1.5 വർഷം മുമ്പ് പാകിസ്ഥാനിലെ 1 കിലോ ഗോതമ്പിന്റെ വില 500 രൂപ. 1 കിലോ ഗോതമ്പ്. ഇന്ത്യയിലോ റേഷൻ കടയിൽ 1 രൂപയ്ക്ക് അരി കിട്ടും. കേരളത്തിലെ അരി നോർത്ത് ഇന്ത്യ ചെന്ന ഗോതമ്പ് 1 രൂപയ്ക്ക് 500 മടങ്ങ്. പാകിസ്ഥാനിൽ തെരുവ് യുദ്ധമല്ലേ ഭക്ഷണത്തിന് വേണ്ടി. എന്താ തകർന്നത്? ഇന്ത്യൻ കറൻസി അടിച്ചായിരുന്നവരുടെ കാര്യങ്ങൾ ഇതുണ്ട്. ക്രോസ് ബോർഡർ ടെററിസം ഇന്നുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ബോംബ് സ്ഫോടനത്തെ പറ്റി കേൾക്കുന്നു? ക്രോസ് ബോർഡർ ടെററിസത്തെ പറ്റി നിങ്ങൾ ഇന്ന് കേൾക്കുന്നുണ്ട്? ഇന്ത്യയിലെ ഏതെങ്കിലും നഗരത്തിൽ BJP അധികാരത്തിൽ വന്നിട്ട് ബോംബ് പൊട്ടി എന്തുകൊണ്ടാണ് ഈ അധികാരത്തിൽ മുസ്ലിം ഹിന്ദു സ്പർദ്ധ ഉണ്ടായിട്ടുണ്ടോ?
അതിനെ എന്തുകൊണ്ടാണ് ഇവരാരും കാണാത്തത് പോകുന്നത്? അതാ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രിവിലേജുകൾ ഇല്ലാതെയാകുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാണ്. മോദി ചെയ്തത് തന്നെ നിങ്ങളുടെ എല്ലാം പ്രിവിലേജ് കട്ട് ചെയ്യും. വളരെ സിമ്പിൾ ഒരു കാര്യം ഞാൻ പറയാം, വളരെ ലളിതമായിരുന്നു. എല്ലാ മന്ത്രിമാരുടെ ബീക്കൺ ലൈറ്റ് എടുത്ത് കളഞ്ഞു. സിമ്പിൾ സ്റ്റെപ്പായിരുന്നു. അതുകൊണ്ട് രാജ്യത്തിന്റെ ഇക്കോണമിക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇക്കോണമിക്ക് ഗുണമൊന്നുമില്ല. പക്ഷേ ആ മാനസികാവസ്ഥയാണ് അടിച്ചു തകർന്നത്. നിങ്ങൾ സുപ്പീരിയർ അല്ല സർ, ജനങ്ങളാണ് സുപ്പീരിയർ. ഒറ്റ നടപടി കൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരുത്തനും ഇവിടെ ബീക്കൺ ലൈറ്റ് വെച്ച് പോകുന്നില്ലല്ലോ, ഉണ്ടോ? ഒരു മാറ്റമല്ലേ? അതുകൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2 ഡിജിറ്റിലേക്ക് മാറിയെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ മൈൻഡ് സെറ്റിനെയാണ്. നിങ്ങൾ ദില്ലിയിൽ ഉണ്ടായിരുന്ന രാജപാത എന്നായിരുന്നു എൻ്റെ പേര്, രാജ്പഥ് എന്നായിരുന്നു രാജപാത. വഴിയുടെ പേര്, റോഡിന്റെ പേരെന്താ? കർത്തവ്യ പഥ് എന്ന പേര് മാറ്റിയത് കൊണ്ട് ഇന്ത്യക്ക് എക്കോണമിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇക്കോണമി ഗ്രോത്ത് ചെയ്തിട്ടൊന്നുമില്ല. മൈൻഡ് സെറ്റാണ്. ഞാൻ കടന്നു പോകുന്ന കർത്തവ്യ പഥത്തിലൂടെയല്ല, എൻ്റെ അധികാരത്തിൽ കൂടിയല്ല. അതാണ് മോദി കൊണ്ടുവന്ന മാറ്റം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.